നിനക്ക് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ നീ തോറ്റുപോയി എന്ന്? എല്ലാവരും മുന്നോട്ടു പോകുമ്പോൾ നീ മാത്രം പിന്നിൽ നിൽക്കുന്നുവെന്ന്? ഒരിക്കലെങ്കിലും എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? നീ ഒറ്റയാളല്ല. ഈ ലോകത്ത് വിജയിച്ച ഓരോരുത്തരും ഒരു ഘട്ടത്തിൽ ഞാൻ തോറ്റുപോയി എന്ന് കരുതിയവരാണ്. പക്ഷേ അവരെ വേറിട്ടതെന്താണ്? അവർ നിർത്തിയില്ല, പകരം ശ്രമിച്ചുകൊണ്ടിരുന്നു. തോൽവി എന്നത് ജീവിതത്തിന്റെ അവസാനം അല്ല, അത് ഒരു സിഗ്നലാണ്. വലത്തേക്ക് ചൂണ്ടുന്ന ചൂണ്ടുവിരൽ നീ മാറണം എന്നൊരു സന്ദേശം. തോൽവി നിന്നെ തകർക്കാനല്ല, നിന്നെ ശക്തനാക്കാനാണ്. നീ സ്വയം നിന്നോട് ചോദിക്കണം, ഞാൻ ശരിക്കും തോറ്റുപോയോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നില്ലേയോ? ശ്രമിക്കുന്നവൻ ഒരിക്കലും തോറ്റുപോകില്ല, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആഗ്രഹിച്ചതിലും വലുത് നിന്നേക്കാത്തിരിപ്പുണ്ട്. അത് നിന്നിലേക്കെത്താനുള്ള നാൾ വഴികൾ മാത്രമാണിതെന്ന് വിശ്വസിക്കൂ. വിചാരങ്ങൾ ഒരിക്കലും വികാരങ്ങൾക്കടിമപ്പെടരുത്. ഇതൊരിക്കലും സ്ഥിരമല്ല. ഒരു കയറ്റത്തിന് ഒരിറക്കം തീർച്ചയായുമുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. ഒരു മോശം ദിവസം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങൾക്കായുള്ള പുതുപുലരി ഇനിയും വരും. നിനക്ക് വീണ്ടും തുടങ്ങാം. ഒന്നുമില്ലാത്തിടത്തുനിന്നും വലിയവനായി മാറിയവരാണ് ഈ ലോകത്തിലെ വിജയികൾ. നിന്റെ ഇന്നത്തെ അവസ്ഥ നിന്റെ ഭാവി നിർണയിക്കുന്നില്ല. എവിടെയാണ് നിനക്ക് തെറ്റിയത് എന്ന് സ്വയം കണ്ടെത്തൂ. തിരുത്താൻ പറ്റുന്നത് തീച്ചയും തിരുത്തണം, അല്ലാത്തത് മറക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. നീ നിന്നെ മറ്റൊരാളായി നോക്കി കണ്ടുവീക്ഷിക്കണം. അപ്പോൾ മാത്രമേ എന്തുകൊണ്ടെങ്ങനെ ഇനിയെന്തെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവൂ. നിന്നെപ്പോലെ നീ മാത്രമേയുള്ളൂ. നിന്റെ വികാരങ്ങളും ചിന്തകളും നിന്നിലും നന്നായി ഗ്രഹിക്കാനും വിധിക്കാനും നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കേട്ടിട്ടില്ലേ, അവനവന്റെ അളവുകോൽ കൊണ്ട് അവനവനെ അളക്കണം. മറ്റാരാളുടെ അളവുകോൽ നിങ്ങളുടേതാവില്ല. മനസ്സ് തളർന്നു എന്ന് തോന്നുമ്പോൾ സ്വയം പിടിച്ചു നിർത്തുക. നിങ്ങളുടെ ഉള്ളിലെ ആ സുഹൃത്തിനോട് സ്വയം സംസാരിക്കുക. താത്കാലിക ഇടവേള നൽകി സ്വയം ശാന്തനാക്കാൻ സമയം കൊടുക്കുക. ധാരാളം വെള്ളം കുടിക്കുക. താത്കാലിക ആശ്വാസങ്ങൾക്കായി ഒരിക്കലും ലഹരിയെ ആശ്രയിക്കരുത്. അത് നിങ്ങളുടെ തലച്ചോറിലെ ഭരിക്കും, തെറ്റായ ചിന്തകളിലേക്ക് നയിക്കും. ഓർക്കുക, നിങ്ങൾ ഒരാളല്ല. നിന്റെ ഉള്ളിൽ നിന്റെ തന്നെ പല വ്യക്തിത്വങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിൽ ആരെ സഹായത്തിന് വിളിക്കണമെന്നത് നിന്റെ ചോയ്സ് മാത്രമാണ്. തുടങ്ങണം. വീണ്ടും ആദ്യം മുതലേ ആരംഭിക്കണം. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, ആരംഭമാണ്. നിന്റെ മാറ്റം ആദ്യം നീ അംഗീകരിക്കണം, പിന്നാലെ മറ്റുള്ളവരും. ഇന്നത്തെ തോൽവി നാളത്തെ പാഴ്ക്കഥയാകും. ആകണം. ആരോഗ്യമുള്ള ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾ എത്ര ആരോഗ്യവാനാണെങ്കിലും മനസ്സു തളർന്നാൽ ആരോഗ്യം നശിക്കും. അതുപോലെ ശാരീരിക ആരോഗ്യം നന്നല്ലെങ്കിൽ മനസ്സിനെയും അത് ബാധിക്കും. അതിനാൽ ശാരീരിക മാനസിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിന്റെ കർത്തവ്യമാണ്. തളർന്നിരിക്കാതെ ഉയർന്നുവരിക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലെ ആ പോസിറ്റീവ് നിങ്ങളെ സഹായത്തിനായി ആശ്രയിക്കുക. അയാൾ നിങ്ങൾക്ക് കാണിച്ചുതരും ഇനിയെന്ത് എന്ന്. സ്വന്തം ആത്മാവിൽ വിശ്വസിക്കൂ. ദൈവവും ചെകുത്താനും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജയം.